ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ CPIM ചിഹ്നത്തിന് വ്യക്തതയില്ലെന്ന് കാട്ടി LDF പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയത്. യന്ത്രത്തിൽ താമരയും കൈപ്പത്തിയും വ്യക്തതയോടെ പതിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. LDF സ്ഥാനാർത്ഥിയായ M. വിജയകുമാറിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം വ്യക്തതയില്ലാതെ പതിപ്പിച്ചത് വോട്ടർമാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. അരുവിക്കരയിലേക്ക് കേന്ദ്രസേന 3 കമ്പനി CISF ജവാന്മാരാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി എത്തുക. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമനുസരിച്ചാണ് കേന്ദ്രസേന എത്തുന്നത്. CISFന്റെ 3 കമ്പനിയാണ് അരുവിക്കരയിൽ എത്തുന്നത്. കമാൻഡർ അടക്കം 120 പേർ ഒരു കമ്പനിയിലുണ്ടാകും. നാളെ പുലർച്ചെ CISF സംഘം തിരുവനന്തപുരത്ത് എത്തും. പ്രത്യേകിച്ച് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കെയാണ് കേന്ദ്രസേനയെ സംസ്ഥാനം ആവശ്യപ്പെട്ടത്. വോട്ടർമാരെ ഭയപ്പെടുത്താനാണ് കേന്ദ്രസേനയെ വിളിച്ചതെന്ന് CPIM പ്രതികരിച്ചു. പരാജയ ഭീതിയിൽ നിന്നാണ് കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രസേനയെ വിന്യസിപ്പിക്കുന്നത്. അരുവിക്കരയിലെ സാധാരണ വോട്ടർമാർ അവർ പാവങ്ങളാണ്, അവർ അക്രമകാരികളല്ല. അവരെ കേന്ദ്രസേനയെ കാണിച്ച് ഭയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യവും അരുവിക്കര നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചില്ല. അരുവിക്കരയിലെ 8 പഞ്ചായത്തുകളിലും CISF അടുത്ത ദിവസങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തും. കളക്ടറുടെ തീരുമാനത്തിന് ശേഷമായിരിക്കും റൂട്ട് മാർച്ച്. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. UDFന്റെ വോട്ട് അഭ്യർത്ഥനയിലും KM മാണിയുടെ പേരില്ല. മാണിക്ക് പകരമുള്ളത് CF തോമസിന്റെ പേര്. മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ പേര് ഉള്ളപ്പോഴാണ് മാണിയെ ഒഴിവാക്കിയത്. വിഷയത്തിൽ മാണി വിഭാഗം കടുത്ത അമർഷത്തിൽ. മാണിയെ ഒഴിവാക്കിയത് എന്തിനെന്നറിയില്ലെന്ന് CF തോമസ്. അരുവിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയിലാണ് KM മാണിയുടെ പേര് ഒഴിവാക്കിയത്. UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുടെ പേരിൽ അച്ചടിച്ച് പുറത്തിറക്കിയതാണ് അഭ്യർത്ഥന. KPCC പ്രസിഡന്റ് VM സുധീരൻ, UDF കൺവീനർ PP തങ്കച്ചൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, RSP സംസ്ഥാന സെക്രട്ടറി A. അസീസ്, ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ, CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ, JSS സംസ്ഥാന സെക്രട്ടറി N. രാജൻ ബാബു എന്നിവരുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കേരള കോൺഗ്രസ് M ചെയർമാൻ KM മാണിയുടെ പേര് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസിന്റെ പേരാണ് ഉൾപ്പെടുത്തിയത്. UDF ഘടകകക്ഷികളുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന നേതാക്കളുടെ പേര് ഉൾപ്പെടുത്തിയപ്പോൾ KM മാണിയെ മാത്രം ഒഴിവാക്കിയത് കേരള കോൺഗ്രസിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സംഭവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. മാണി സാർ അവിടെ പ്രസംഗിച്ചു, വീണ്ടും പ്രസംഗിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ കാര്യം. ബാർ കോഴ ഇടപാടിൽ KM മാണിയുടെ പങ്ക് വെളിപ്പെട്ട സാഹചര്യത്തിലാണ് അഭ്യർത്ഥനയിൽ നിന്ന് പേര് ഒഴിവാക്കാൻ കാരണം. നേരത്തെ UDFന്റെ പൊതുപ്രചാരണ പരിപാടികളിൽ നിന്ന് KM മാണിയെ ഒഴിവാക്കാൻ UDF നേതാക്കൾ ധാരണയിലെത്തിയിരുന്നു. മണ്ഡലം കൺവെൻഷനുകളിലും ഏതാനും കുടുംബയോഗങ്ങളിലും മാത്രമാണ് KM മാണി പങ്കെടുത്തത്. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. അരുവിക്കരയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ കമ്മീഷനിംഗ് പൂർത്തിയായി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് മെഷീനുകൾ സീൽ ചെയ്തത്. അരുവിക്കര മണ്ഡലത്തിലെ 153 ബൂത്തുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനയും രഹസ്യ സീലിംഗുമാണ് നടക്കുന്നത്. ബാലറ്റ് പേപ്പറുകളുടെ ഫോട്ടോ പതിപ്പിക്കലും ഇതിനോടൊപ്പം പൂർത്തിയാകും. സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് പരിശോധന. പ്രധാന സ്ഥാനാർത്ഥികൾക്ക് പകരം പ്രതിനിധികളാണ് പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പിൽ 153 ബൂത്തുകളിലേക്കായി 154 വോട്ടിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുക. വോട്ടർമാർ കൂടുതലുള്ള പറണ്ടോട് പഞ്ചായത്തിലെ സെന്റ് വിക്ടേഴ്സ് സ്കൂൾ ബൂത്തിൽ 2 വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കും. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിപ്പിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഒരു ബാലറ്റ് പേപ്പറിൽ 16 സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും അടുത്ത യൂണിറ്റിൽ നോട്ടയുമാണ് ഉണ്ടാകുക. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരണാധികാരിയുടെ നേതൃത്വത്തിലായിരുന്നു സീലിംഗ്. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച UDF സർക്കാർ വിലക്കയറ്റം രൂക്ഷമാക്കിയെന്ന് KR ഗൗരിയമ്മ. സരിതയെ പോലെയുള്ളവർക്ക് എപ്പോഴും കയറി ഇറങ്ങാവുന്ന ഇടമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്നും ഗൗരിയമ്മ പറഞ്ഞു. അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുകയായിരുന്നു ഗൗരിയമ്മ. എനിക്ക് തോന്നുന്നത് മന്ത്രിയുടെ വരും മന്ത്രി ഈ മന്ത്രിസഭയുടെ പരിപാടി എല്ലാ മന്ത്രിമാരും ഇത്ര തോന്നിയാസങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള വിധത്തിൽ അവരെഴുതി തീരുമാനിച്ചു കൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. ഇത്ര തോന്നിയാസങ്ങൾ നടന്നിരിക്കണം. അത് ചെയ്യാൻ അറിയില്ലാത്തവരെ പഠിപ്പിച്ച് അവസാന കാലത്തേക്കാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഉന്നത രാഷ്ട്രീയ സംസ്കാരത്തെ UDF മലീമസമാക്കിയെന്ന് ഗൗരിയമ്മ പറഞ്ഞു. സരിത തന്റെ ഓഫീസിൽ വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുകയാണ്. മുറി പല പ്രാവശ്യവും പോയിട്ട് അദ്ദേഹത്തിന്റെ ആഫീസ് മുറിയിലാണ്. അദ്ദേഹം അറിഞ്ഞില്ല. പിന്നെ രാജ്യത്തോ സംസ്ഥാനത്തോ നടക്കുന്നത് അദ്ദേഹം എങ്ങനെ അറിയാനോ? കാര്യങ്ങളറിയോ? അല്ലെങ്കിൽ കള്ളമാണ് ഞാൻ പറഞ്ഞത്
ഞാൻ അന്നത്തെ നിലയിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അദ്ദേഹം പറയണം. വിലക്കയറ്റവും സ്ത്രീപീഡനവും ക്രമസമാധാന തകർച്ചയുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരിനുള്ള താക്കീതാവണം ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ഗൗരിയമ്മ പറഞ്ഞു. ആവേശകരമായ സ്വീകരണമായിരുന്നു ഗൗരിയമ്മയ്ക്ക് അരുവിക്കര നൽകിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഗൗരിയമ്മയെ സ്വീകരിക്കാനെത്തി. 2 ദിവസങ്ങളിലായി 5 സ്വീകരണ കേന്ദ്രങ്ങളിലാണ് ഗൗരിയമ്മ പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മാസം 27-ന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കാനുള്ള തന്ത്രമാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് വി മുരളീധരൻ. അരുവിക്കരയിൽ ജനങ്ങൾ UDF സർക്കാരിനെതിരെ വിധി എഴുതുമെന്നും വി മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ റിപ്പോർട്ട് 27-ാം തീയതിക്ക് മുൻപ് കോടതിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. 27-ാം തീയതിക്ക് ശേഷം ഈ റിപ്പോർട്ട് ഇനി അഥവാ കോടതിയിൽ നിയമോപദേശം വന്നാൽ പോലും അത് ചോദ്യം ചെയ്യപ്പെടും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ തെളിവില്ല എന്നുള്ള വാദത്തിന് നിലനിൽപ്പില്ല എന്ന് ബോധ്യമാകും. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെതിരായിട്ട് ജനങ്ങൾ വിധി എഴുതും. KPCC നിർവാഹക സമിതി അംഗവും മുൻ ഒറ്റപ്പാലം MP-യുമായ S. ശിവരാമൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. UDF സർക്കാരിന്റെ അഴിമതിയിൽ മനം മടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്ന് ശിവരാമൻ പറഞ്ഞു. CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ശിവരാമൻ വ്യക്തമാക്കി. കോൺഗ്രസുമായുള്ള 5 വർഷത്തെ ബന്ധമാണ് S. ശിവരാമൻ അവസാനിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗത്വവും പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും രാജിവെക്കുന്നതായി പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശിവരാമൻ അറിയിച്ചു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് UDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും തട്ടിപ്പുകാരുടെ താവളമായി മാറി. കോൺഗ്രസുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്നും CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ശിവരാമൻ വ്യക്തമാക്കി. അതിപ്പോൾ കാണുന്ന ഈ കേരളത്തിൽ കാണുന്ന എല്ലാ ഇടപാടുകളിലും വികസനവും കരുതലും എന്ന് പറയുമ്പോൾ വികസനത്തിൻ്റെ മറവിൽ ഉണ്ടാക്കി കൂട്ടുന്ന അഴിമതിയുടെ കരുതൽ ഇന്ന് കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. 5 വർഷത്തെ കോൺഗ്രസ് ബന്ധമായിട്ടുള്ളത് എനിക്ക് ഞാൻ ശീലിച്ചു വന്ന സംവിധാനത്തിൽ നിന്ന് ഇതുമായി ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിച്ചുകൊണ്ട് കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുക. അരുവിക്കരയിൽ LDF-നായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങാൻ തയ്യാറാണെന്നും ശിവരാമൻ അറിയിച്ചു. 1993-ൽ ഒറ്റപ്പാലത്ത് നിന്ന് LDF ടിക്കറ്റിൽ ലോക്സഭയിലെത്തിയ ശിവരാമൻ 2010-ലാണ് CPIM-ൽ നിന്ന് പുറത്താകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗി റേഡിയേഷൻ ചികിത്സയ്ക്കിടെ ടേബിളിൽ നിന്ന് വീണു മരിച്ചു. അതേസമയം ചികിത്സാ മുറിയിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലായിരുന്നുവെന്നാണ് ആരോപണം. അതിനിടെ സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റേഡിയേഷനിടയിലാണ് കൊറ്റംകുളങ്ങര സ്വദേശി തിലകൻ മരണപ്പെട്ടത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് ഇദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. റേഡിയേഷൻ സമയത്ത് കൃത്യമായി ബെൽറ്റുകൾ ഇടാതിരുന്നതാണ് രോഗി താഴെ വീണ് മരണപ്പെടാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള രോഗികളെ ബെൽറ്റ് ഇട്ടല്ല റേഡിയേഷൻ നടത്തുന്നതെന്നാണ് സൂപ്രണ്ട് സന്തോഷ് രാഘവൻ പറയുന്നത്. കാരണം ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫീൽഡിലുള്ള റേഡിയേഷൻ കയറത്തില്ല. അപ്പോൾ അത് പറ്റുമെന്നുള്ളതാണ് നമ്മളിനിയിപ്പം ആലോചിക്കേണ്ടത്. അല്ല, ഈ കേരളത്തിൽ 5 മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്യുന്ന 32 വർഷം സർവീസുള്ള പ്രൊഫസറാണ് പോയത്. എത്രയോ കേസുകൾ എല്ലായിടത്തും ഇത് തന്നെ ഫോളോ ചെയ്യുന്നു. എല്ലായിടത്തും പരിശോധിച്ചാൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഒടുവിൽ സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്ന് ഇവർ സമരത്തിൽ നിന്നും പിൻവാങ്ങി. ഇതിനെ തുടർ സമരം തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ശക്തമായ ഇതിനകത്ത് ഏത് തരത്തിലുള്ള സമരമുറകൾ ഞങ്ങൾ കടുപ്പിച്ച സമരമുറകളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനിയും ജീവനുകൾ ഈ മെഡിക്കൽ കോളേജിൽ പൊഴിയിപ്പിച്ച് കളയുവാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ അനാസ്ഥക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ DYFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ പറയുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ഇല്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കാൻ കാരണം. ഇതുമൂലം നിരവധി ജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബാർക്കോഴ കേസിൽ വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ലഭിച്ചതായി ലോകായുക്ത. റിപ്പോർട്ട് ലോകായുക്ത ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ 3 ഹർജികളാണ് ലോകായുക്തയ്ക്ക് ലഭിച്ചിരുന്നത്. ജൂൺ 22-നകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ ലോകായുക്ത വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നു. ബാർ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് അന്വേഷിക്കാൻ ലോകായുക്ത വിജിലൻസിന് നിർദ്ദേശം നൽകിയത്.
ഇന്നേക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിബന്ധനയോടെ ഏപ്രിൽ മാസത്തിലായിരുന്നു വിജിലൻസിന് നിർദ്ദേശം നൽകിയത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസിൽ നിന്ന് ലഭിച്ചതായും രജിസ്ട്രാറുടെ കൈവശമുള്ള റിപ്പോർട്ട് അടുത്ത മാസം 30-ന് തിരുവനന്തപുരത്ത് വെച്ച് ലോകായുക്ത കോടതി പരിഗണിക്കുമെന്നും കൊച്ചിയിൽ നടന്ന സിറ്റിംഗിനിടയിൽ ലോകായുക്ത വ്യക്തമാക്കി. ധനമന്ത്രി കെ മാണി, എക്സൈസ് മന്ത്രി കെ ബാബു, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി VS ശിവകുമാർ എന്നിവർക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ സ്വദേശി ഖാലിദ് മുണ്ടപ്പള്ളി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വാക്കാൽ വ്യക്തമാക്കിയത്. ഖാലിദിന്റെ ഹർജി തള്ളിയ ലോകായുക്ത അഡീഷണൽ സത്യവാങ്മൂലം ഉൾപ്പെടെ വീണ്ടും ഹർജി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രി ശ്രീ KM മാണിക്കെതിരെ കേസെടുത്ത പോലെ ഈ 4 മന്ത്രിമാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലോകായുക്തയിൽ ഞാൻ ഹർജി നൽകിയത്. ഇത് സംബന്ധിച്ച് 4 മന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത പരാതി പരിഗണിക്കാതെ ഇരുന്ന അവസരത്തിലാണ് ലോകായുക്തയെ സമീപിച്ചത്. ബാർക്കോഴ കേസിൽ പഴുതടച്ച അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഖാലിദിന്റേതടക്കം 3 ഹർജികളാണ് ലോകായുക്ത പരിഗണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊള്ളപ്പലിശക്കാർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ 2ാം ഘട്ടം ഇന്നു മുതൽ ആരംഭിച്ചതായും ഇതിന്റെ ഭാഗമായി കർശന പരിശോധനകളും റെയ്ഡുകളും നടത്തുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഓപ്പറേഷൻ കുബേരയുടെ 2ാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ കൊള്ളപ്പലിശ വാങ്ങുന്ന നടപടി അനുവദനീയമല്ല. ഇന്നു മുതൽ വളരെ ശക്തമായ റെയ്ഡുകളും പ്രവർത്തനങ്ങൾ നടത്താൻ DGP ഇന്ന് നിർദ്ദേശം കൊടുക്കുന്നതാണ്. SP-മാരുടെ തലങ്ങളിൽ ശക്തമായ നീക്കങ്ങൾ ഈ ഡയറക്ഷനിൽ നടക്കുന്നതാണ്. വാർത്തകളിലേക്ക്. നോമ്പുതുറ വിഭവങ്ങളിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരിക്കുന്നു സമൂസ. റംസാൻ മാസപ്പിറവിയോടെ നോമ്പുതുറ വിഭവങ്ങളുടെ കച്ചവടം വയനാട്ടിലും സജീവമായിരിക്കുകയാണ്. മാനന്തവാടിയിലെ റംസാൻ സ്പെഷ്യൽ സമൂസ കടകളിൽ നിന്നുള്ള കാഴ്ചകൾ. വെജിറ്റബിൾ സമൂസയാണ് താരം. മാനന്തവാടിയിലെ റമദാൻ സ്പെഷ്യൽ സമൂസ കടകളിൽ തിരക്കോട് തിരക്ക്. മൊത്തമായി വാങ്ങുന്നവർക്ക് 3 രൂപ തോതിലും ചില്ലറയായി വാങ്ങുന്നവർക്ക് 4 രൂപ തോതിലുമാണ് സമൂസ വില. പള്ളികളിലേക്കും വീടുകളിലേക്കുമൊക്കെയായി നോമ്പ് തുറക്കി ജില്ലയിലെമ്പാടും സമൂസ എത്തിക്കുകയാണ് ഇവിടങ്ങളിലെ വ്യാപാരികൾ. ഒരു 3000-4000 ചില്ലറ തന്നെ വെക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു 6000-7000 സമൂസകൾ പുറത്ത് വിപണിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയെല്ലാം ചേർത്താണ് സമൂസയുടെ നിർമ്മിതി. അത്ര ചെറുതല്ല കാര്യം. 15,000-ത്തിലധികമാണ് ഇവിടങ്ങളിലെ ഓരോ കടകളിലും ദിനം പ്രതിയുള്ള സമൂസ വിൽപ്പന. വ്രതപുണ്യത്തിന്റെ ദിനാന്ത്യത്തിൽ നല്ല മൊരിമൊരിഞ്ഞ സമൂസ നോമ്പുതുറ വിഭവങ്ങളിൽ ഇടം പിടിച്ചിട്ട് അധികമൊന്നുമായില്ലെങ്കിലും മനസ്സും വിപണിയും സമൂസ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അനൂപ് KR, വയനാട്.